ഹായ് ഫ്രണ്ട്സ്, മാർക്ക് കിച്ചൻ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് മറക്കത്തില്ല. അത്രയ്ക്കും ടേസ്റ്റിയായ ഒരു വഴുതനങ്ങ ചമ്മന്തിയാണ് ഇത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഞാനിത് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിച്ച് നോക്കുകയാണ്. അപാര ടേസ്റ്റാണ് ഈ വഴുതനങ്ങ ചമ്മന്തിക്ക്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞെടുപ്പൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. പിന്നീട് കഴുകരുത്. ഈ രീതിയിൽ 2 വഴുതനങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയുടെ പുറം ഭാഗമൊക്കെ മുരിഞ്ഞു വരുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീരെ ലോ ഫ്ലെയിമിൽ വെക്കാതെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് വേണം വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട്. പുറം ഭാഗമെല്ലാം ഒന്ന് മുരിഞ്ഞ് ഉൾവശം വെന്ത് കിട്ടിയാൽ മതി. പിന്നീട് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. ഈ രീതിയിൽ വഴുതനങ്ങ എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വഴുതനങ്ങയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 6 എരിവുള്ള ഉണക്കമുളക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് മൂത്ത് കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് പൾസ് മോഡിൽ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുളക് ഈ രീതിയിലൊന്ന് പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കിയതും 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. സവാള നല്ലവണ്ണം അരഞ്ഞു പോകല്. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ. സവാള നല്ലവണ്ണം അരഞ്ഞു പോയാൽ വഴുതനങ്ങ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഇതൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം. ഈ സമയം സവാളയും മുളകും വഴുതനങ്ങയും എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടും. വഴുതനങ്ങ വെന്തിരിക്കുന്നതുകൊണ്ട് സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇതിലേക്ക് 2 ടീസ്പൂൺ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പും മുളകും പുളിയും എല്ലാം നിങ്ങളെടുക്കുന്ന വഴുതനങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 വഴുതനങ്ങ അല്ലേ എടുത്ത് അതിൻ്റെ അളവാണ് പറയുന്നത്. ഇതിലേക്ക് ഇനി വഴുതനങ്ങ ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ നിന്നും 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും കുറവായിട്ട് തോന്നിയാൽ അത് ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. ചോറ് കഴിക്കാൻ കറികളൊന്നുമില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണുന്നതിന്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ചമ്മന്തി. പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഈ ഒരു ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ വഴുതനങ്ങ ചമ്മന്തി. ബാച്ചിലേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ചോറിന് മാത്രമല്ല, ഞാനിത് പുട്ടിൻ്റെ കൂട്ടത്തിലും കഴിച്ചു. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.